ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ പ്രത്യേക വഴിപാടുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ് സുഭാഷും സുധീഷും. നികേഷ് കാവടിയെടുത്ത് സുധീഷിന്റെ കവിളു തുളച്ച് ചെറുനാരങ്ങയും കയറ്റുന്നത് കണ്ട് പേടിച്ച് നികേഷിന് കരച്ചിൽ വരുന്നുണ്ട്. സുധീഷിന് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും നിധിക്ക് വേണ്ടി നിധിയുടെ മുമ്പിൽ ആളാകാൻ ചെയ്തല്ലേ പറ്റൂ. പിന്നീട് വെളിച്ചപ്പാട് തുള്ളി സുഭാഷിനെ അനുഗ്രഹിക്കുന്നു. അവസാനം ദൈവത്തിൻ്റെ അടുത്ത് എത്തിയല്ലേ, നന്നായി വരും. നടക്കാതെ പോയ വിവാഹം ഉടൻ നടക്കും. നടന്നിട്ട് ഉറയ്ക്കാതെ പോയ കല്യാണം ഉറയ്ക്കും എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് വെളിച്ചപ്പാട്. ഇത് കേട്ട് സുഭാഷിനും സുധീഷിനും മറ്റുള്ളവർക്കും എല്ലാം സന്തോഷമാകുന്നു. അതേസമയം നീതുവിനെ ഒരുവിധം സാരിയൊക്കെ ഉടുപ്പിച്ച് അമ്പലത്തിൽ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ നീതുവിൻ്റെ അമ്മ. നിനക്ക് ഞങ്ങളോട് ഇത്തിരിയെങ്കിലും സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഇതിന് സമ്മതിക്കേ എന്ന് അമ്മ പറയുന്നു. അതിന് ഞാൻ അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നീതുവും പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് നാടകം വേണമെങ്കിലും കളിച്ചോ, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നതേ ഹരീഷിനെയായിരിക്കും. ഇതെന്റെ ജീവിതമാ എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് നീതു. ഇത് വെച്ച് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് നീതുവിന്റെ ചേട്ടന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോ പ്രേം നിന്നെ വിവാഹം കഴിച്ചിരിക്കും എന്ന് പറയുമ്പോൾ നീ ഞൊട്ടും എന്ന് നീതുവും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നീതുവിന്റെ ചേട്ടൻ ഞെട്ടുന്നുണ്ട്. താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി നീതുവിന്റെ ചേട്ടന്. ഇവിടെ ആണെങ്കിൽ വെളിച്ചപ്പാടിന്റെ അരുളിപ്പാടും അനുഗ്രഹവും ഒക്കെ കിട്ടി മനസ്സു നിറഞ്ഞ് സുധീഷും കൂട്ടരും തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.